നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ മാതിരി നാട് മൊത്തം ചേച്ചിക്ക് വേണ്ടി ചേച്ചി എത്രയും പെട്ടെന്ന് തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. 2, റെനെ മെഡിസിറ്റിയിലെ ഡോക്ടേഴ്സ്, മെഡിക്കൽ, പാരാമെഡിക്കൽ തൊട്ട് എല്ലാവരുടെ ആത്മാർത്ഥമായ സേവനം. 3, ദൈവാനുഗ്രഹം. ദൈവാനുഗ്രഹം എന്ന് ഞാൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഒരു ആക്സിഡന്റ് നടന്ന് ചേച്ചിയോട് ഒരു എത്തിച്ചതാണ്. പെട്ടെന്ന് ഇവിടെ എത്തിച്ചു. അത് വളരെയധികം ഉപകാരപ്രദമായി. എന്നോട് ന്യൂറോ സർജൻ ഡോക്ടർ നിശാൽ ജോണി പറഞ്ഞു 15 മിനിറ്റും കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഇത് ഇങ്ങനെ ഒന്നും ആവില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോ അതാണ് ഏറ്റവും വലിയൊരു കാര്യം. എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിച്ചു, തക്കതായ ചികിത്സ ലഭിച്ചു. രണ്ടാമത് പിന്നെ എനിക്കൊരു അഭ്യർത്ഥനയാണ് എല്ലാവരോടും പറയാനുള്ളത്. അന്ന് ഡിസംബർ 29-ാം തീയതി നമുക്കൊരു ഫോൺ കോളാണ് വരുന്നത്. അത് ആരാണെന്നൊന്നും അറിയില്ല. സ്റ്റേഡിയത്തിൽ നിന്ന് ഒരാൾ വീണു, റെനെ മെഡിസിറ്റിയിലേക്ക് പോന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ലൈവായി അവര് ഡോക്ടർ ആൻഡ് ടീം പുറത്ത് പോർച്ചിൽ സ്വീകരിക്കാൻ ഇറങ്ങി നിന്നു. പക്ഷേ പേഷ്യന്റ് ഉടനെ എത്തി. അപ്പോഴും MLA ആണെന്ന് ആർക്കും അറിയില്ല. നേരെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയി. അതിനൊപ്പം തന്നെ ഒരു പറ്റ ആൾക്കാർ ഇറച്ചി കയറി എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എല്ലാ പ്രോട്ടോകോളും തെറ്റിച്ച്. അവിടെ സെക്യൂരിറ്റി ആര് പറഞ്ഞും കേൾക്കാതെ വന്നു. പക്ഷെ പേഷ്യന്റ് വന്ന ഉടനെ തന്നെ നമ്മുടെ ടീം സ്റ്റാർട്ട് ദ ട്രീറ്റ്മെന്റ്. പക്ഷെ ഇവരെല്ലാവരും ആൾക്കാരാണ്. അവരാരെയും ഞാൻ കുറ്റം പറയുന്നില്ല. അവരുടെ വികാരമാണ്. ചേച്ചിനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും എല്ലാവരും വന്ന് ചുറ്റും കൂടി നിന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഒന്ന് നിങ്ങളെല്ലാവരും ഒന്ന് പുറത്തേക്ക് പോകണം. പക്ഷെ ആരും പോകാൻ തയ്യാറില്ല. ഡിപ്പാർട്ട്മെന്റ് മൊത്തം ആൾക്കാരായിരുന്നു. ഡോക്ടർ വീണ്ടും പറഞ്ഞു, എനിക്ക് എക്സാമിൻ ചെയ്യണം, നിങ്ങളൊന്ന് പുറത്തേക്ക് മാറിയിട്ടു. അതിനിടയിൽ ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട്, അതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഒരു അന്തരീക്ഷം ഉണ്ടായില്ല. മീൻവൈൽ അവിടെ ഒരു യൂണിഫോമിൽ ഒരു പോലീസ് ഓഫീസറെ കണ്ടപ്പോൾ ഡോക്ടർ നിന്ന് പറയുകയും ചെയ്തത്, എനിക്കൊന്ന് ഇവരേക്കൊന്ന് മാറ്റിത്തരണം. അവര് വന്ന് പറഞ്ഞിട്ട് എല്ലാവരും പുറത്തേക്ക് പോയി സഹകരിച്ചു. അപ്പൊ അവിടുത്തെ ആ ഒരു അന്തരീക്ഷം, അത് നമുക്ക്, ഞാൻ അതിനകത്ത് എല്ലാവരുടെ അഭ്യർത്ഥന ഞാൻ ഈ ഫോറത്തിൽ പറയുന്നത്, ഇങ്ങനെ എല്ലാ ഹോസ്പിറ്റലിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും, എമർജൻസിയിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ ഡോക്ടേഴ്സിന് അവിടെ അവർക്ക് വേണ്ട സർജറി ചെയ്യാനുള്ള ഒരു സംവിധാനം ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളെല്ലാവരും ഒരുക്കി കൊടുക്കേണ്ടതാണ്. അപ്പൊ അവിടെ അന്ന് ഡോക്ടറായിട്ട്, എമർജൻസി ഡോക്ടറായിട്ട് ഡോക്ടർ കല്യാണിയായിരുന്നു. ഷീ മെറ്റിക്കുലസ്ലി മാനേജ് ചെയ്തു, നന്നായി മാനേജ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് അതിനുശേഷം ഡോക്ടർ മിഷാൽ ന്യൂറോ സർജന്റെ കീഴിലുള്ള ട്രീറ്റ്മെന്റ്, എന്റെ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ എല്ലാവരും വളരെ നല്ലൊരു പ്രവർത്തനം, വളരെ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ ചെയ്തു. എല്ലാം വളരെ സന്തോഷം. ഇന്ന് ചേച്ചി ഡിസ്ചാർജ് ആയി പോവുക, എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് പൂർവാധികം ശക്തിയോടുകൂടി തന്നെ ചേച്ചിയുടെ പ്രവർത്തന മേഖലയിൽ വരയ്ക്കുന്ന ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. Thank you so much for the beautiful address, sir. May I now request our Medical Director, Dr. Krishnan Rudy Polaklet, sir, to talk about MLA Srimati Uma Thomas Ma'am's road to recovery. ഞാൻ ഇരുന്ന് സംസാരിക്കട്ടെ? ഓക്കെ, ഇത് മതിയല്ലോ അല്ലേ? മൈക്ക് വേണ്ട. See, first of all, good evening to all of you and distinguished guests, Collector Umesh sir and DCC President. Then my strength, എൻ്റെ സ്ട്രെങ്ത്തും നമ്മുടെ സ്ട്രെങ്ത്, റിനൈഡ് സ്ട്രെങ്ത് ആയ ഡോക്ടേഴ്സ് ആൻഡ് സ്റ്റാഫ്, all of you and the media persons here. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 29-ാം തീയതി വൈകിട്ട് അതീവ ഗുരുതരാവസ്ഥയിൽ ഒരു 2 നില പൊക്കത്തിൽ നിന്ന് വീണിട്ടാണ് ശ്രീമതി MLA മിസ്സിസ് ഉമ്മ തോമസിനെ ഇവിടെ കൊണ്ടുവന്നത്. അന്ന് മുതൽ ഞാൻ ഡെയിലി അപ്ഡേറ്റ്സ് തരുന്നുണ്ടായിരുന്നു. ആൻഡ് നമ്മൾക്ക് 6ാമത്തെ ദിവസം വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പറ്റി. അതൊരു വലിയ കാര്യമാണ്. അത് ഞാൻ മുമ്പ് MD മിസ്റ്റർ കൃഷ്ണദാസ് പറഞ്ഞ മാതിരി ടൈംലി ഇന്റർവെൻഷൻ, ഡോക്ടർ കല്യാണി, ഷീ ഡിഡ് ദ റൈറ്റ് തിങ് ഓൺ ദ റൈറ്റ് ടൈം എന്ന് ഞാൻ പറയും. എന്ന് പറഞ്ഞാൽ ഏർലി ഇന്റർവെൻഷൻ, ഏർലി ഇൻക്യുബേഷൻ, ആദ്യം തന്നെ വെന്റിലേറ്ററിലാക്കിയതാണ് നമ്മുടെ ഫസ്റ്റ് സക്സസ് സ്റ്റോറി. അത് ഫസ്റ്റ് ആ ടൈം വന്ന ഉടനെ തന്നെ, ബിഫോർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ വെന്റിലേഷനിലാക്കിയിട്ടാണ് നമ്മൾ സ്കാനോ എന്തിനെങ്കിലും പ്രൊസീഡ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ ഇൻടാക്റ്റ് ആയിരുന്നു, ആ ഓക്സിജനേഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടി. അവിടെ നിന്ന് നമ്മളുടെ ജേർണി തുടങ്ങിയതാണ്. അപ്പോൾ ആ ഫസ്റ്റ് ഇന്റർവെൻഷൻ ബൈ ഡോക്ടർ കല്യാണിക്ക് ഞാൻ എന്തായാലും ഈ അവസരത്തിൽ ഒരു കയ്യടി കൊടുക്കേണ്ടതാണ്. ടൈംലി ആക്ഷൻ. ദെൻ പിന്നെ ഡോക്ടർ മിഷേൽ ന്യൂറോ സർജന്റെ കീഴിലായിരുന്നു. ഡോക്ടർ ഗൗതം, ഡോക്ടർ സുബിൻ, ഡോക്ടർ ബാബു ആൻഡ്
ഡോക്ടർ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഇൻവോൾവ്. സോറി ഇഫ് ഐ മിസ്, തെറ്റിദ്ധരിക്കരുത്. പൂജ ഉണ്ടായിരുന്നു, രഞ്ജു ഉണ്ടായിരുന്നു, കാർഡിയോളജി, ലോട്ട് ഓഫ് പീപ്പിൾ. എല്ലാവരുടെയും യുനാനിമസ് വർക്ക്. ഇതൊക്കെ ആയാലും ഞാൻ ഒരു ടീമിനെ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ നഴ്സിംഗ്. നഴ്സിംഗ് ഞങ്ങളൊക്കെ ഓർഡേഴ്സ് പറഞ്ഞു പോകും, ഇന്നത് ചെയ്യും എന്ന് പറഞ്ഞു പോകും. പക്ഷെ എല്ലാം ചെയ്യുന്നത് അവര് രാത്രിയും രാവും പകലും ഇല്ലാതെ ഫുൾ ടൈം നോക്കിയ ഒരു ടീം. ഈ 46 ദിവസവും നോക്കിയ ഫുൾ ടൈം 24/7 നോക്കിയിരുന്ന ടീമാണ് റിനയുടെ ICU നഴ്സ്. റൂമിലോട്ട് വന്നപ്പോഴും ICU നഴ്സുമാർ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ അവരുടെ ആ ഒരു കെയർ ഞാൻ അവർക്ക് ഇനി എനിക്കൊന്നും ഇതിന് പറയാനില്ല. കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻസ് കൊടുക്കേണ്ടത്. ടു ദ റിനൈ നഴ്സിംഗ് ഓഫ് ICU, പ്ലീസ്, ഹാറ്റ്സ് ഓഫ് ടു യു. അത് ഞാൻ പറയണേന്ന് തന്നെ ചേച്ചി തന്നെ പറയുമായിരിക്കും. കാരണം അവരാണ് എന്നെ വിളിച്ച് പറയും ഇന്നതുണ്ടായി എവറിത്തിങ്. സോ ദാറ്റ് വാസ് ടൈംലി. അവരെ നോക്കി അവർക്ക് ചേച്ചിക്ക് എന്താ ഫീഡ് വേണ്ടത്, എന്തുണ്ടോ, കാലുവേദനയാണോ കൈവേദനയാണോ, ഇതൊക്കെ അതാത് ടൈമില് നോക്കി അവർ അതേമാതിരി നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. സോ എനിക്ക് അവരോട് വളരെ നന്ദിയുണ്ട്. അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ഓൺ ടുവേർഡ് ജേർണി, നമ്മൾ ഈ റൂമിലോട്ട് എനിക്ക് തോന്നുന്ന ഒരു 15 ഡേയ്സ് ആകുമ്പോഴേക്കും 12 to 14 ഡേയ്സ് റൂമിലോട്ട് മാറ്റി. റൂമിൽ മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് റീഹാബിലിറ്റേഷൻ മെഷേഴ്സ് ആയിരുന്നു. നമ്മൾ ഫിസിയോതെറാപ്പി, ഓക്യുപേഷണൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ലെവലിലാണോ നമ്മൾ മുമ്പ് ജീവിച്ചിരുന്നത് ആ ലെവലിലോട്ട് ഓക്യുപേഷൻ വൈസ് നമ്മളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഓക്യുപേഷണൽ തെറാപ്പി ഉണ്ടായിരുന്നു, പിന്നെ സ്പീച്ച് തെറാപ്പി, പിന്നെ ഫീഡിങ്. നമ്മൾ ഒരു വെന്റിലേഷനൊക്കെ മാറിക്കഴിഞ്ഞ് റൂമിൽ വന്നപ്പോഴും 3 ട്യൂബ് ഉണ്ടായിരുന്നു. ഒന്ന് വായക്കൂടി മൂക്കിക്കൂടി ഒരു ട്യൂബ് ഉണ്ടായിരുന്നു, ഒന്ന് യൂറിനറി ട്യൂബ് ഉണ്ടായിരുന്നു, പിന്നെ ഇവിടെ സെൻട്രൽ ലൈൻ ഉണ്ടായിരുന്നു. ഇതെല്ലാം കോഴ്സ് ഓഫ് നമ്മളുടെ ഓരോരോ ഘട്ടമായിട്ട് നമ്മളിതെല്ലാം മാറ്റി. അങ്ങനെ ആയിരുന്നു ഓരോ ഘട്ടത്തിലും നമ്മളുടെ ഇന്റർവെൻഷനോട് കൂടി തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത്. പിന്നെ നടക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഒരു വൈറലായ ഒരു വീഡിയോ, ഞാൻ അതൊരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു, ചേച്ചി നമുക്കൊന്ന് നടക്കാം. അപ്പോൾ ചേച്ചി അയ്യോ എനിക്കൊരു ഫോട്ടോ എടുക്കണം എന്നുണ്ട്, അത് ഡോക്ടർ വന്നിട്ട് എടുക്കാന്ന് പറഞ്ഞിരിക്കുകയെന്ന് പറഞ്ഞു. എന്നാ നമുക്ക് എടുക്കാം പാ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ. അത് പിന്നെ അത് നടന്നപ്പോൾ തന്നെ അതൊരു വൈറലായത്. ബട്ട് ദെൻ ഷീ സ്റ്റാർട്ടഡ് വാക്കിംഗ്. പിന്നെ പതുക്കെ പിടിച്ച് നടക്കുകയാണ്. ഇപ്പോഴും നട്ടലിനൊക്കെ ചെറിയ പൊട്ടലുകൾ ഉണ്ട്. അപ്പോൾ അതുള്ളത് കൊണ്ട് അത് അൺഡിസ്പ്ലേസ്ഡ് ഫ്രാക്ചേഴ്സ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റിയിട്ടില്ല, അവിടെ കട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് സമയമെടുത്ത് ഹീൽ ചെയ്യുന്നതാണ്. അതിന് വേറെ ഇന്റർവെൻഷനോ വേറെ ട്രീറ്റ്മെന്റ് വേറെ ഒന്നും വേണ്ട, റെസ്റ്റ് ആണ് വേണ്ടത്. അപ്പൊ അത് വെരി ഇമ്പോർട്ടന്റ്. പിന്നെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലും ആ ഒരു റിക്വസ്റ്റ് ആണ് വീട്ടിൽ പോയിട്ട്. ഇന്നിപ്പോ എന്നോടിപ്പോ ഇറങ്ങിക്കഴിഞ്ഞപ്പോ പറഞ്ഞു ഇത്തിരി തലച്ചിട്ടുണ്ട്, ശ്വാസം മുട്ട് ഇന്ന് രാവിലെ വന്ന് ഒരുപാട് ഗസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചപ്പോ. ആൻഡ് ഉമ്മച്ചേച്ചിക്ക് ഒരു കുഴപ്പമുണ്ട്, സംസാരിക്കാൻ നിന്നാൽ വരുന്നവരെക്കാൾ ഇത്തിരി കൂടുതൽ നമ്മൾ സംസാരിക്കും. പക്ഷെ അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ഇത്തിരി സംസാരം കുറച്ചിട്ട്, കാരണം ഇന്ന് കുറെ എക്സേർട്ട് ചെയ്തിട്ടുണ്ട് ഇല്ലേ. ഓക്കെ. പക്ഷെ അപ്പോ ഇത്തിരി സന്ദർശകരായാലും ഇത്തിരി കുറച്ചിട്ട് തന്നെ മുന്നോട്ട് പോകണം. കാരണം ആ ഒരു ഹീലിംഗ്, വെർട്ടിബ്രൽ ഹീലിംഗ്, മൾട്ടിപ്പിൾ ലെവലിൽ ഉള്ള ഫ്രാക്ചേഴ്സ് ഉണ്ട്. അപ്പൊ അത് ഹീൽ ചെയ്യാനായിട്ട് കുറച്ച് സമയം തന്നെ എടുക്കും. അതിനാണ് നമ്മൾ 1 മാസമെങ്കിലും റെസ്റ്റ് വീട്ടിൽ തന്നെ എടുത്ത്, അത് കഴിഞ്ഞിട്ട് ഒരു ആയുർവേദം പോകണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അത് പോയിട്ട് ആയുർവേദത്തിലൊക്കെ കിടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ പാത്തിയിൽ തിരിയുമ്പോഴൊക്കെ നമുക്ക് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടാവാൻ ചാൻസുകളുണ്ട്. അപ്പോൾ ന്യൂറോസർജൻ ഞങ്ങൾ ഡോക്ടർ ടീമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ വി ഷുഡ് ബി ലിറ്റിൽ കെയർഫുൾ. അത് അങ്ങോട്ട് പോകുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, ഒഴിച്ചിലൊന്നും ഇല്ലെങ്കിൽ കൂടി ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അത് ഇപ്പൊ എത്ര നന്നായിട്ട് ആ വെർട്ടിബ്ര നോക്കുന്നോ, ഫ്യൂച്ചർ ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും നടുവേദന ഉണ്ടാവാതിരിക്കണമെങ്കിൽ. അപ്പൊ ഇപ്പൊ നന്നായിട്ട് നമ്മൾ കെയർ എടുത്തു കഴിഞ്ഞാൽ ഫ്യൂച്ചറിലേക്ക് ബാക്ക് പെയിൻ ഉണ്ടാവാതെ നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും ഒരു ഭയങ്കര ജേർണി ആയിരുന്നു. ഒരു സ്ട്രെസ്ഫുൾ ഡേയ്സ് ആയിരുന്നു ഫസ്റ്റ് കുറച്ച്. പിന്നെ ആള് ബെറ്റർ ആയപ്പോ പിന്നെ അങ്ങോട്ട് ആ ഒരു മൂവ്മെന്റിലോട്ട് പോയി. എന്തായാലും എല്ലാവരുടെയും സഹകരണത്തോടെയും ആയിരുന്നു ഈ ഒരു ജേർണി. ഒരു വല്ലാത്തൊരു ജേർണി ആയിരുന്നു. ഇങ്ങനെ ഒരു രീതിയിൽ ചേച്ചീനെ കാണേണ്ടി വന്നതിൽ സങ്കടമുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു അത്ഭുത രക്ഷപ്പെടൽ, ഞാൻ ഇപ്പോഴും അത് തന്നെ പറയാം, ഇറ്റ് ഇസ് എ മിറക്കിൾ, ഗോഡ്സ് ഓൺ ഹാൻഡ്. ആ വീഴ്ചയിൽ അവിടെ ഒരു ഹാൻഡ് ഉണ്ടായിട്ടുണ്ട്, അത് ഉറപ്പാണ്. അല്ലെങ്കിൽ ഇങ്ങനെ വേറെ രീതിയിലായിരുന്നായിരിക്കാം. ബിക്കോസ് ആ ഒരു ടച്ച്, ആ മിറാക്കുലസ് ടച്ച് വാസ് ദെയർ ഫോർ ഹർ. ആൻഡ് ഷീ, ഒരു കാര്യം പറയാൻ, ഷീ വാസ് എ വെരി ബോൾഡ് പോസിറ്റീവ് ലേഡിയാണ്. എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാൽ എപ്പോഴും ആദ്യത്തെ കുറച്ച് ICUലുള്ള ദിവസങ്ങൾ കഴിഞ്ഞാൽ പിന്നെ എന്തിനും ചിരിച്ചുകൊണ്ട് ഷീ വാസ് പോസിറ്റീവ്. ഞാൻ റെഡിയാണ് നടക്കാന്ന് പറയാൻ, യെസ് ഐ എം റെഡി ടു വാക്ക്. എന്തിനും റെഡി ആയിട്ട് ഇങ്ങനെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അതൊരു റിക്കവറിയുടെ ഒരു എക്സലന്റ് ഫേസ് ആയിരുന്നു പെട്ടെന്ന് പുറത്തോട്ട് വരാനായിട്ട്. സോ എനിവേ, ഐ വിഷ് ഹർ വെരി ഗുഡ് ഹെൽത്ത്.